നമ്മൾ ഫ്രെയിം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? നമുക്ക് 3 രീതിയിൽ അതിനെ ഡിവൈഡ് ചെയ്യാം. ഒന്നാമതാണ് സൈസ്. സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണിക്കുന്ന സബ്ജക്ട് അല്ലെങ്കിൽ ഒബ്ജക്ട് എന്തോ ആയിക്കോട്ടെ, അതിന്റെ ഇമ്പോർട്ടൻസിന് സൈസുമായിട്ട് ഡയറക്റ്റ് റിലേഷൻ ഉണ്ട്. നമ്മളിപ്പോ ഒരു സീനിൽ ഒരു ഗണ്ണ് കാണിക്കുന്നു, അപ്പൊ ആ ഗണ്ണിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ആ ഒരു സീനിൽ. ആ ഗണ്ണിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ എങ്ങനെ കാണിക്കണം? സൈസ് വഴി. അതായത് എന്ത് ചെയ്യണം? ജസ്റ്റ് ഒരു എക്സ്ട്രീം ക്ലോസപ്പ് അല്ലെങ്കിൽ ക്ലോസപ്പ് ഷോട്ട് വെക്കുക. അങ്ങനെ വെക്കുന്ന സമയത്ത് ആ സ്ക്രീൻ മുഴുവൻ അല്ലെങ്കിൽ ആ ഒരു ഫ്രെയിം മുഴുവൻ എന്തായിരിക്കും? ആ ഗണ്ണായിരിക്കും. അപ്പൊ നമുക്കറിയാം ഓക്കെ, ഈ ഗണ്ണിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത്. നമ്പർ 2, റിലേഷൻഷിപ്പ്. ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് നമ്മുടെ ഫ്രെയിമിലുണ്ട്. അപ്പോൾ ആ 3 ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ 2 ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ, ആ ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? ഇപ്പം ആ 3 ക്യാരക്ടേഴ്സിലെ 2 ആൾ ഒരു സൈഡിലാണ്, വേറൊരാൾ വേറെ സൈഡാണ്, അതായത് ഓപ്പോസിറ്റ് സൈഡാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എങ്ങനെ പ്ലേസ് ചെയ്യണം? ഒരേ സൈഡിലുള്ള 2 ക്യാരക്ടേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുക? ഫ്രെയിമിന്റെ ഒരു സൈഡിൽ വെക്കുക, മറ്റേ ക്യാരക്ടേഴ്സിനെ ഓപ്പോസിറ്റ് ആയിട്ട് വെക്കുക. മൂന്നാമത് വരുന്നതാണ് ബാലൻസ്. ബാലൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മളൊരു ഫ്രെയിം കാണിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഫ്രെയിം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്രെയിമിന്റെ ലെഫ്റ്റ് സൈഡിലും അതുപോലെ തന്നെ റൈറ്റ് സൈഡിലും ഒരേപോലെ ക്യാരക്ടേഴ്സിനെ പ്ലേസ് ചെയ്യാം. അങ്ങനെ കാണുന്ന സമയത്ത്